കണ്ണൻ, ആ സ്കൂളിലേക്ക് ഇനി അല്പസമയത്തിന് ശേഷം മിഥുന്റെ ജീവനറ്റ മൃതദേഹമെത്തും. അവിടെ ഇനി വിലാപക്കടലായിരിക്കും. ജയലക്ഷ്മി, ഇപ്പോൾ തന്നെ ഒരു സങ്കടത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. മഴയുണ്ട്, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. കാലാവസ്ഥ പോലും ഒരു ശോകമുഖമായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അല്പസമയത്തുള്ള 11 മണിയോടുകൂടിയാണ് ഇതിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിന്റെ തൊട്ട് മുന്നിൽ അവൻ ഓടിക്കളിച്ച ആ മുറ്റത്താണ്, തിരുമുറ്റത്താണ് ഈ സ്കൂളിൽ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂളിന്റെ മാനേജർ തുളസീധരൻപിള്ള എല്ലാ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. എന്താ ഉള്ളത്, എന്താ നമ്മുടെ നടപടി എന്താണ്? ഞങ്ങൾ രാവിലെ 11 മണിക്കാണ് പൊതുദർശനം. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇന്നലെ വൈകിട്ട് മുതൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം 10 മണിക്ക് പോയി ബോഡി എടുത്തു കൊണ്ടുവരും. എന്തായാലും വളരെ വേദനാജനകമായ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുക ഞാൻ. അതുതന്നെയാണ് നമ്മുടെയൊക്കെ ഒരു സംവിധാനത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത്. ഇനി ഇതിന് ശേഷം എത്ര മണിക്കാണ് പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? പൊതുദർശനത്തിന് ഇവിടുന്ന് തീരുന്ന മുറയ്ക്ക് ഒരു 12 വരെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. വൈകിട്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം 4 മണിക്ക് ശേഷമാണ് അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് കാര്യം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു തലതാഴ്ച നിൽക്കുന്നൊരവസ്ഥയാണ്. കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായതാണ്. നമുക്ക് ആ സ്കൂളിൻ്റെ പരിസരവും അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ തന്നെ നമുക്കൊന്നുകൂടി നമ്മൾക്ക് പലകുറി കണ്ടതാണ്. ആ സ്കൂൾ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ, ആ സ്കൂളിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ അവന് ഇവിടെ NCC ഉണ്ട്. ഒരു സൈനികനാകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ സൈനികനായി രാജ്യസേവനം നടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് എവിടെ നിന്നോ ആ കുഞ്ഞു മനസ്സിലേക്ക് കയറി പറ്റിയ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ ഒരു ലക്ഷ്യപൂർത്തീകരണം ഈ സ്കൂളിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കുഞ്ഞിനുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിലേക്ക് 7ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷം 1.5 മാസം മുമ്പാണ് ഈ സ്കൂളിലേക്ക് പ്രവേശനം നേടിയത്. ഇവിടെ NCCയുടെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ എത്തി അവിടെ പ്രാഥമികമായിട്ടുള്ള സൈനിക പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനമൊക്കെ നേടാൻ സാധിക്കും. അതിനുശേഷം ഒരു സൈനികനായി മാറാമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത്. ഈ വരാന്തകൾ അവൻ ഓടിക്കളിച്ച വരാന്തയാണ്. അവൻ കൂട്ടുകാർക്കൊപ്പം സ്ഥലവിച്ച വരാന്തയാണ്. അവൻ ഇരുന്ന് പഠിച്ച ക്ലാസ് മുറിയിലേക്കാണ്, 8B എന്ന ക്ലാസ് മുറിയിലേക്ക്, 8B ക്ലാസ്സിലാണ് അവൻ പഠിച്ചിരുന്നത്. ആ കുഞ്ഞ് പഠിച്ചിരുന്നത് 1.5 മാസം മാത്രമാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. ആ ക്ലാസ്സിലേക്കാണ് അവസാനമായി ഇപ്പോൾ ഇവിടെ നിന്ന് യാത്രയായത്. ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ കുഞ്ഞ് അവൻ്റെ ചെരുപ്പ് മുകളിലേക്ക് വീണ സമയത്ത്, ആ ഭാഗത്തേക്ക് വീണ സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ തന്നെ ഉണ്ട്. അതിലേക്കൂടെ ഒരു കയറി മുകളിലേക്ക് എത്തി, ഈ ഭാഗത്തേക്ക് എത്തി നമുക്ക് അവൻ്റെ ജീവൻ എടുത്ത ആ വൈദ്യുതി ലൈൻ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ആ വൈദ്യുതി ലൈൻ തട്ടി ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് മെനഞ്ഞാന്ന് രാവിലെ ഏതാണ്ട് ഒരു 9:15 ഈ ക്ലാസ്സിലേക്ക് എത്തിയതാണ്. വലിയ ചിരികളോട് സന്തോഷത്തോടു കൂടി പഠിക്കുകയും ഒപ്പം തന്നെ കൂട്ടുകാരോടൊപ്പം കളിച്ച് ഉല്ലസിക്കാൻ വേണ്ടിയൊക്കെ തന്നെ എത്തിയ ഒരു കുഞ്ഞാണ്. അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കലും ഒരു അപകടം ഉണ്ടാകുമെന്ന്. ആ ചെരുപ്പ് താഴേക്ക് തള്ളിയിടാൻ വേണ്ടി അല്ലെങ്കിൽ അതെടുക്കാൻ വേണ്ടിയാണ്. കാര്യം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിൽ നിന്നാണ് അവൻ വരുന്നത്. അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പരാധീനതകളെയും ഒക്കെ തന്നെ കുറിച്ച് അധ്യാപകരോട് പറഞ്ഞിരുന്നു. ഒരു ചെരുപ്പ് നഷ്ടമായി കഴിഞ്ഞാൽ മറ്റൊരു ചെരുപ്പ് ഇടാനില്ല, അതുകൊണ്ട് തന്നെയാണ് ആ ചെരുപ്പ് എങ്ങനെയും എടുക്കുക എന്നുള്ളത്. അത് ഒരു കാരണവശാലും നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പലപ്പോഴും ആ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് വാക്കുകൾ കൊണ്ടത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല ജയലക്ഷ്മി. കാര്യം അവൻ ഓടിക്കളിച്ച ഒരു ക്ലാസ്സാണ്, അവൻ കളിച്ച് വളർന്ന ഒരു ക്ലാസ്സാണ്, അവൻ ഇരുന്ന് പഠിച്ച ഒരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിലേക്ക് ആ കുഞ്ഞിനി വരില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ക്ലാസ് മുറിയിൽ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒന്നും തുറന്ന് പറയാൻ സാധിക്കാത്ത, മനസ്സ് വിങ്ങി നിൽക്കുകയാണ്. സ്കൂൾ മാനേജർ അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഒരു സൈഡിൽ നിൽക്കട്ടെ, പക്ഷേ അദ്ദേഹം പറഞ്ഞ് തലകുനിച്ച് നിൽക്കുകയാണ്. അതെ, എല്ലാവരും തലകുനിച്ച് നിൽക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത് ഈ ക്ലാസ് മുറിയിൽ വെച്ചാണ്. മിനിഞ്ഞാന്ന് രാവിലെ 9:15 ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെരുപ്പ് ആ മുകളിലേക്ക് വീഴുന്നത്. ആ മുകളിൽ നിന്ന് ഈ ഒരു സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ കൂടെ അകത്തേക്ക് കയറി ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ മിഥുൻ പഠിച്ച 8B എന്നുള്ള ക്ലാസ് റൂമിലാണ് ഇപ്പോൾ കണ്ണൻ നായർ നിൽക്കുന്നത്. സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വല്ലാത്ത വിങ്ങലാണ്. അവിടെ ഓടിക്കളിച്ചിരുന്ന, പഠിച്ച് നടന്നിരുന്ന നമ്മുടെ മിഥുനാണ് ഇന്ന് ഇല്ലാതെ പോയത്.